നമസ്കാരം. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അന്വേഷണം മെല്ലെ പോകുമെന്നോ എന്നൊരു ഭയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ മന്ദഗതിയിലാണ് പോകുന്നതെന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിന് സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസ് അന്വേഷിക്കുമ്പോൾ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച മുരാരി ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ പത്മകുമാറും പുറത്തിറങ്ങാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ വിഷയത്തിൽ വിശദമായി സംവദിക്കാൻ സൗവർണിക PS കൂടെയുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നൽ തന്നെയായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളതിനാൽ ഈ കേസ് അന്വേഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകില്ല എന്ന് തന്നെയാണ് അപാലവൃതം ജനങ്ങളുടെയും ഒരു വിശ്വാസം. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാത്തത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തിന് കൃത്യമായി തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അവർക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ. സ്വാഭാവികമായും കേരളത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണ്. നമ്മൾ നിരവധിയായി തവണ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അത് സ്വാഭാവിക ജാമ്യമാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത കോടതിയുടെ നടപടിയുടെ ഭാഗമായിട്ടാണ്. കട്ടിടപ്പാളി കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു. വരും ദിവസങ്ങളിൽ പത്മകുമാറിനും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ജാമ്യം ലഭിക്കുന്ന കേസ് അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? നിലവിലെ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ വിശ്വാസികൾക്കും ഭക്തർക്കും നിരാശ നൽകുന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു എന്ന് പറയുന്നത്. ഇനിയിപ്പോ പത്മകുമാറിനും ഈ പറയുന്ന പോലെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരു വിശ്വാസി സമൂഹത്തെയും അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേരളത്തെയും ഈ പറയുന്ന കേരളത്തിനും നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായാലും തന്ത്രിക്കായാലും പത്മകുമാറിനായാലും മുരാരി ബാബുവിനായാലും ഈ വിഷയത്തിൽ അറസ്റ്റായവർക്കൊക്കെ ജാമ്യം കിട്ടുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു നിരാശ തന്നെയാണ് നൽകുന്നത്. മുരാരി ബാബുവിന് ആദ്യം ജാമ്യം കിട്ടി, അതിനുശേഷം കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ED ചോദ്യം ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അറസ്റ്റിലായവരെ ഇപ്പൊ ജാമ്യത്തിൽ വിട്ടയച്ചാൽ കൂടി തെറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ അയ്യന്റെ സ്വർണം കട്ട ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണക്കാരായ അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തിന് വിശ്വാസികൾക്കൊക്കെ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ മറുവശത്ത് ഇന്നത്തെ ഈ ഒരു ജാമ്യം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയത് നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. എന്റെ അഭിപ്രായത്തില് ഇപ്പൊ കേസ് SIT വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ആദ്യം കുറച്ച് ഊർജ്ജമായി മുന്നോട്ട് പോവുകയും ഇപ്പൊ വീണ്ടും മന്ദഗതിയിലായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിനിപ്പോ ഹൈക്കോടതി വീണ്ടും ഇടപെടുമ്പോഴായിരിക്കണം വീണ്ടും ഈ കേസ് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും വിശ്വാസികൾക്കോ കേരള സമൂഹത്തിനോ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കോ പത്മകുമാറിനോ മുരാരി ബാബുവിനോ ഒന്നും ജാമ്യം നൽകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന പോലെ നിയമസഭയിലടക്കം ഈ പറയുന്ന സർക്കാരും പ്രതിപക്ഷം പറയുന്നു സ്വർണം കട്ടത് ആരായാലും അവരെ പുറത്താക്കണം. ഈ സർക്കാരിന്റെ പേരിൽ ആരോപിക്കുന്നു. സർക്കാർ അടൂർ പ്രകാശിനെയും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ വെച്ച് സർക്കാർ പ്രതിഷേധിക്കുന്നു. ഇതിനപ്പുറം ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു വശത്ത് പറയുന്നുണ്ടല്ലോ SIT എന്ന് പറയുന്നത്, ഈ സർക്കാർ തന്നെ പറയുന്നുണ്ട് SIT എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിണറായി സൈബർ ഹാൻഡിലുകളിൽ പറയുന്ന ഒരു കാര്യം എന്താണ്, പിണറായി വിജയന്റെ പോലീസാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തതെന്നാണ്. അത് ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ഈ സർക്കാർ ഈ പറയുന്ന പോലെ എന്താണ് നിയമസഭയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വെറും സമരങ്ങളാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ യഥാർത്ഥത്തിൽ ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും കലിയുഗ വരദനായ കാനനവാസനായ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ഭക്തർ കാണിക്കയർപ്പിച്ച സ്വർണം കട്ട കള്ളന്മാർ എല്ലാവരും, അത് ചെറുമീനുകൾ മുതൽ വമ്പൻ സ്രാവുകൾ വരെ ജയിലടിക്കുള്ളിൽ പോകണമെന്ന് തന്നെയാണ് കേരളീയ സമൂഹത്തിന്റെ പൊതുവികാരം എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സമന്വിതരായ നേതാക്കന്മാരെ പലരെയും ചോദ്യം ചെയ്തു. പലരും ജയിലിലടക്കുന്ന സാഹചര്യമുണ്ടായി. പത്മകുമാറിനെ പോലെയുള്ള CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തപ്പോഴൊക്കെ കേരളീയ സമൂഹം വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നമ്മൾ നോക്കിക്കണ്ടത്. കടകംപള്ളിയെ ചോദ്യം ചെയ്തപ്പോഴും വിശ്വാസികൾക്ക് ആശ്വാസമായിരുന്നു. തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ആളുകളുടെ പേരുകളോ നാളൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല.
പക്ഷേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അവസാനിപ്പിച്ചിട്ടില്ല. കാരണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് സമാന്തരമായി ഇപ്പോൾ ഇ കൂടി അന്വേഷിക്കുന്നുണ്ട്. ഇ കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിരുന്നു. മണിക്കൂറുകളോളം മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇഡിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇ നടത്തുന്ന അന്വേഷണം കൂടി പാർട്ടിയെ പ്രതികൂലമായി ബാധിക്കും, പ്രത്യേകിച്ച് CPM-നെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഒരു ഭാഗത്ത് ഇഡിയും മറുഭാഗത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ കേരള ആഭ്യന്തര വകുപ്പിലുള്ള പോലീസ് ആരംഗങ്ങൾ പോലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും കാര്യക്ഷമമായി നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മെല്ലെപ്പോക്കൊക്കെ ഉണ്ടാവും, പക്ഷേ കാര്യക്ഷമമായ നിഷ്പക്ഷമായ അന്വേഷണം തന്നെ ഉണ്ടാകും. അത്തരത്തിലൊരു അന്വേഷണം നടത്തുമ്പോൾ ഇത് മെല്ലെ പോയി കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം ഇതിൽ യഥാർത്ഥ സ്വർണം കട്ട അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് മൂക്കുകയറിടാനൊന്നും ആർക്കും കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള ഇന്നോ അല്ലെങ്കിൽ നാളെയോ അന്വേഷണം അവസാനിപ്പിക്കേണ്ട ഒരു കേസല്ല. ആ കേസ് അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോകും. പല പ്രമുഖരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, പ്രമുഖരുടെ അറസ്റ്റ് ഉണ്ടാകും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി അദ്ദേഹം എന്താണ് പറയാ, മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയാനുള്ള സാധ്യത തന്നെയാണ് ഞാനിപ്പോൾ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസിന്റെ നിർണായകമായ ഇടപെടലുമായി ഹൈക്കോടതിയും രംഗത്ത് വരും. ഹൈക്കോടതി കേസിനെ കുറിച്ചെല്ലാം കൃത്യമായി പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞു ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്നൊന്നും കേസ് അന്വേഷണം ബാധിക്കില്ല, ഇതൊരു അസാധാരണ കേസാണ്, അതുകൊണ്ട് ജാമ്യം ലഭിച്ചാലൊന്നും കേസ് അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞ പശ്ചാത്തലത്തിൽ അതിന് കേരളീയ പൊതുസമൂഹം പേടിക്കേണ്ട സാഹചര്യമില്ല. അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു കേസ് അന്വേഷണം ആകുമ്പോൾ എല്ലാ സമയത്തും ഒരേ സ്പീഡിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. സമാന്തരമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് സമാന്തരമായി ഇ കൂടി കേസ് അന്വേഷിക്കുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഉന്നതരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ഉന്നതർ ആര് എന്ന ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. പലരും അന്വേഷണ സംഘത്തിന്റെ റഡാറിലുണ്ട്. ആ റഡാറിൽ ഉള്ള ആളുകളെ വലവിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണ്. സർക്കാർ പറയുന്നുണ്ട് SIT എന്ന് പറയുന്നത് സർക്കാരിന്റെ പോലീസാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസ് എന്ന് സൈബർ ഹാൻഡിലുകൾ പറയുമ്പോൾ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം ജാമ്യം കിട്ടിയത് 90 ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിലാണ്. അത് ഈ സർക്കാരിന്റെ വീഴ്ചയാണ്, SITയുടെ വീഴ്ചയാണ്. ഈ പറയുന്ന പോലെ ഹൈക്കോടതി വടിയെടുക്കുമ്പോൾ മാത്രമാണ് SIT ഈ കേസ് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങിയില്ല എന്നത് ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ്.